ദേവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് പിന്നെ കായ് ചിപ്സ് ആക്കാനാണ് പോകുന്നത് കേട്ടോ. ഇന്ന് ദേവൂട്ടനില്ല, ഞാൻ ഒറ്റയ്ക്കേ ഇല്ലു. അപ്പോൾ ദേവൂട്ടൻ ക്ലാസ്സിന് വേണ്ടി, അപ്പോൾ നമുക്കത് ആക്കാനുള്ള പരിപാടി തുടങ്ങാം. ഞാൻ തന്നെ ഇന്ന് ക്യാമറ എല്ലാം ഞാൻ തന്നെ പിടിക്കണം. അപ്പോൾ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ആ കായെല്ലാം ഞാനിവിടെ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കഴുകിയിട്ട് തോർത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം ഞാൻ കഴുകിയിട്ട് തുടച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. പഴത്തിന്റെ തോല് നമുക്ക് വേണമെങ്കിൽ വറവാക്കാട്ടാ. അപ്പോൾ ഇതാ ഞാൻ തോല് ചെത്തിയെടുത്ത് വാഴപ്പഴമെല്ലാം ഒരു പാത്രത്തിൽ മഞ്ഞളും വെള്ളമാക്കിയിട്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആവാൻ. ഇതെല്ലാം ഇനി നമുക്ക് വെള്ളം തോർത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തുടക്കുന്നത് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. ഞാൻ തുടച്ചതിന് ശേഷം കാണിച്ചു തരാം. എല്ലാം തുടച്ചെടുക്കട്ടെ കേട്ടോ. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നന്നായിട്ട് കലക്കി കൊടുക്കാം. ഉപ്പ് പറ്റിയൊന്ന് നോക്കാം കേട്ടോ കലക്കിയതിന് ശേഷം, എന്നാലേ ചിപ്സിന് പിടിക്കും. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർന്ന സമയത്ത് എണ്ണയൊന്നും മേക്ക് തെറിക്കാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ.
കേട്ടോ നന്നായിട്ടായി അതിൻ്റെ നമുക്ക് ഇളക്കി കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടാടെ ഇളക്കി കൊടുക്കണ്ട. അപ്പം നമ്മൾ ഇട്ട് പഴം മുറിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്നായിട്ടാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞളും വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ ചിപ്സെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം കോരിയെടുക്കാൻ. എണ്ണയിലൊന്ന് വാർത്തിട്ട് കോരിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇടുക കേട്ടോ. അല്ല മറ്റേ എൻ്റെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നു. നമുക്കിതുപോലെ എല്ലാം കോരിയെടുക്കാം. ഞാൻ രണ്ടാമത്തതും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശബ്ദം കേൾക്കുന്നില്ല നിങ്ങൾക്ക്? നല്ല അടിപൊളി ചിപ്സ്. ഞാനിപ്പോൾ 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ടാക്കിയതാണ്, പച്ചക്കായ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ വാങ്ങിയാൽ നമുക്ക് ഇതിലൊരു അതിൻ്റെ തൊലി കൊണ്ട്, പഴത്തിൻ്റെ തൊലി കൊണ്ട് വറവും ആക്കാം, ചായക്കും ആയി. ഇപ്പം നമുക്ക് വീട്ടിൽ ഗസ്റ്റെല്ലാം വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, ഉണ്ടാക്കിയിട്ട് ഒരു എയർ കയറാണ്ട് ഒരു അളവിലിട്ട് വെച്ചാൽ നമുക്ക് കൊടുക്കാനുമായി. പിന്നെ അതുപോലെ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് സ്നാക്സായിട്ട് കൊടുക്കാനും മതി. പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ തൊലി ഞാൻ പിന്നെ വറവാക്കുന്നുണ്ട്. അതിന് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ നോക്കണം. അത് നാളെ തന്നെ ഉറപ്പായിട്ടും വരും കേട്ടോ. അപ്പോൾ പാത്രം നിറച്ചും ചിപ്സ്. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിച്ചാൽ ഇത് നമുക്ക് ഒരുപാട് ചിപ്സായി വീട്ടിലേക്ക്. അപ്പോൾ ഇതാ നല്ല കറമുറ പൊട്ടുന്നുണ്ട്. അടിപൊളി. ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം. പുറത്ത് ഭയങ്കര കാറ്റ്, അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പുറത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലിട്ടേക്കട്ടെ, അളവിലിട്ടേക്കട്ടെ. ഇതിന് കുറേ ദിവസത്തേക്ക് മതി. നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. വീട്ടിലാവശ്യത്തിന് നമുക്ക് ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം. ചെറിയൊരു പാക്കിൽ തന്നെ 50 റുപ്യ 80 റുപ്യയെല്ലാം അവർ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കിലോ പഴം വാങ്ങിയാൽ വീട്ടിൽ നിന്ന് നമുക്ക് എളുപ്പം, പണിയും ഇല്ലല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ, പെട്ടെന്നായി നമുക്ക്. ഓക്കെ എന്നാലേ.